പി വി അൻവറിനെ യു.ഡി.എഫിൽ അസോസിയേറ്റ് മെമ്പറായി പരിഗണിക്കാൻ യു.ഡി.എഫ് സി.കെ. ജാനുവിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും അസോസിയേറ്റ് അംഗങ്ങളാക്കും. വിവരങ്ങളുമായി ലാൽകൃഷ്ണനാണ് ചേരുന്നത്. ലാൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആശയപരമായി യോജിക്കുന്നവരെ കൂട്ടി ഈ ഒരു സംഘടന പ്ലാറ്റ്ഫോം അത് വിശാലമാക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വിപുലീകരണമാണോ ഇത്? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ യു.ഡി.എഫിന്റെ അടിത്തറ വിപുലീകരിക്കുക എന്ന ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫുമായിട്ട് സഹകരിച്ച ആളുകളെ അസോസിയേറ്റ് മെമ്പർമാരാക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് സി.കെ. ജാനുവിന്റെയും പി വി അൻവറിന്റെയും അസോസിയേറ്റ് മെമ്പർഷിപ്പ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗത്തെയും അസോസിയേറ്റ് മെമ്പർഷിപ്പിലേക്കോ അല്ലെങ്കിൽ മുന്നണിയിലേക്കോ പരിഗണിക്കുന്ന കാര്യം ചർച്ചയ്ക്ക് എടുക്കാം എന്ന തീരുമാനത്തിലേക്ക് പോയിരുന്നെങ്കിലും ആ അജണ്ടയെ തന്നെ എതിർത്തുകൊണ്ട് പി ജെ ജോസഫ് അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വരികയായിരുന്നു. തുടർന്ന് മാണി വിഭാഗത്തിന്റെ കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല. പക്ഷേ പി വി അൻവറിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് പി വി അൻവറിന്റെ അസോസിയേറ്റ് മെമ്പർഷിപ്പിലേക്ക് നീണ്ടത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി തന്നെ യു.ഡി.എഫിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു പി വി അൻവറിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പലയിടങ്ങളിലും പൂർണ്ണ പിന്തുണ പി വി അൻവറിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണി ശക്തമാക്കുന്നതിൽ പി വി അൻവറിനെ ഉൾപ്പെടുത്താം എന്ന തീരുമാനത്തിലേക്ക് പോയത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തുലാസിൽ നിൽക്കുന്ന പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമുണ്ട്. അവിടെ ഒരുപക്ഷെ ബി.ജെ.പിക്ക് ഭരണം കിട്ടാൻ സാധ്യതയുള്ള ഇടങ്ങളുമുണ്ട്. പക്ഷേ നീക്കുപോക്കുകൾ ഉണ്ടാക്കി, പ്രത്യേകിച്ച് എൽ.ഡി.എഫുമായിട്ടൊരു നീക്കുപോക്ക് ഉണ്ടാക്കി ബി.ജെ.പി ഭരണത്തെ താഴെ ഇറക്കേണ്ട പരിപാടികളിലേക്ക് പോകേണ്ട എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് യു.ഡി.എഫ് അംഗീകരിച്ചു. പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കേരളത്തിൽ ഒരു ഇന്ത്യ സഖ്യം ഉണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണത്തിന് അത് ഊന്നൽ നൽകും. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ച കാര്യം അംഗീകരിക്കുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൽ.ഡി.എഫ് യു.ഡി.എഫ് കൂട്ടുകെട്ടിനോടുകൂടി ബി.ജെ.പിയെ താഴെ ഇറക്കേണ്ട നിലപാട്, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് യു.ഡി.എഫ് നീങ്ങി. ശരി, ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.